എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആളെന്തൊക്കെയോ പറയുന്നത്. ആളെൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ഒരു വാട്ട് ആർ യു ഡൂയിങ്? ഈ തുർക്കിയിലുള്ളവരൊക്കെ ഇത്ര ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരാണോ? നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയുടെ 1-2 വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണിത്. അരുണിമേനെ അറിയാലോ, ലോകത്ത് പലയിടത്തും ഒറ്റയ്ക്ക് സഞ്ചരിച്ച് പ്രശസ്തി ആർജിച്ച ഒരു മലയാളം ബ്ലോഗറാണ് ഈ പറയുന്ന അരുണിമ. പല മനുഷ്യന്മാരും സ്വപ്നം കാണുന്ന ജീവിതമാണ് അരുണിമ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഹിച്ച് ഹൈക്കിംഗ് യാത്രാ രീതികളാണ് അരുണിമ പിന്തുടരാറുള്ളത്. അതായത് റോഡിലൂടെ പോകുന്ന ലോറികൾക്കും മറ്റു വണ്ടികൾക്കും ഒക്കെ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കും. അങ്ങനെ തീർത്തും അപരിചിതരായിട്ടുള്ള ആളുകളുടെ കൂടെയുള്ള അഡ്വഞ്ചറസും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള യാത്രാ രീതി. ഈ യാത്രാ രീതി ഒരു സമയത്ത് വലിയ വൈറലായിരുന്നല്ലോ. എന്തായാലും ഇങ്ങനെ യാത്ര ചെയ്തെത്തുന്ന സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ തന്നെയാണ് അരുണിമ താമസിക്കാറുള്ളത്. അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ഇടയിൽ അങ്ങനെ കൂടും. അതാണ് അരുണിമയുടെ ഒരു രീതി എന്ന് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ഇതേപോലെ അമേരിക്കയിൽ ഒരു മലയാളിയുടെ വീട്ടിൽ പോയി താമസിച്ചതു. അതിനുശേഷം ഉണ്ടായ വിവാദങ്ങളൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ. എന്നെ നട്ടപ്പാതിരേക്ക് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അരുണിമ വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ സത്യത്തിൽ ആരും അന്ന് അരുണിമയെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ആ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. സോ അടുത്ത ദിവസം തൊട്ട് വേറെ എവിടെയെങ്കിലും പോയി റൂം എടുക്കേണ്ടി വരുമെന്നാണ് അവിടുത്തെ ആൾക്കാർ അരുണിമയോട് പറഞ്ഞത്. പക്ഷെ അത് കേട്ട് ഈഗോ ഹേർട്ടായ അരുണിമ എന്താക്കി, എന്നെ ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്ത് എല്ലാവരും അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ. പക്ഷെ വൈകാതെ തന്നെ അരുണിമയുടെ കള്ളി വെളിച്ചത്തായി കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു സംഭവത്തോടെ അരുണിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നെഗറ്റീവ് ഇമേജ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും അതിനുശേഷം ഇടയ്ക്കിടെ ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ അരുണിമ പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യത്തു നിന്നും സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങളിൽ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ വീഡിയോകൾ ഇടാൻ തുടങ്ങിയതോടെ അരുണിമയുടെ ജെന്യൂനിറ്റി പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ അവൾ കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ന് വരെ ആളുകൾ പറയാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി തുർക്കിയിൽ വെച്ചുണ്ടായ ഒന്നിലധികം മോശം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അരുണിമ. തുർക്കിയിലൂടെ ഒരുപാട് ദൂരം കാറിലും ട്രക്കിലും ഒക്കെയായി അരുണിമ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ 2-3 കാർ ഡ്രൈവർമാരിൽ നിന്നാണ് അരുണിമയ്ക്ക് മോശം അനുഭവം ഉണ്ടായത്. കാണുന്നവർക്കൊക്കെ അരുണിമയും ഉമ്മൊക്കെയാണ്. ഒരാൾ തന്റെ ലൈംഗികവയം പുറത്തെടുത്ത് വചന സുരതം ചെയ്തു തരും എന്ന് വരെ ചോദിച്ചു പോലും. എന്തൊക്കെയായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊന്ന് കണ്ടോക്കാം. ഒരു പഴയ വണ്ടിയൊക്കെ അല്ലാണ്. നല്ല രസമുണ്ട്, ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ. നല്ല സ്ഥലം. ശരിക്കും പറയാം ഹിച്ച് ഹൈക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. കുറച്ച് ടൈം എടുക്കും എന്നുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല. അവിടെ ഇതിങ്ങനെ ഫോൺ വാർത്ത വെച്ചുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയത്. എന്തോ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. ആ പുള്ളിക്കാരത് അവിടെ എന്നെ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു വണ്ടിയും കൂടെ ലിഫ്റ്റ് അടിക്കണം. അയാൾ എൻ്റെ അടുത്ത് കുറെ സംസാരിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ കിസ് ചെയ്യട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. എന്നിട്ട് അയാൾ പിന്നെ സോറി എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഭയങ്കര ഫ്ലേട്ടിംഗ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായി. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തു ഭയങ്കര ഫ്ലട്ടിംഗ് ആണെന്നുള്ള സംഭവം. ഇതാണ് തുർക്കിയിൽ വെച്ച് അരുണിമയ്ക്കുണ്ടായ ആദ്യത്തെ മോശം അനുഭവം. വീഡിയോയിൽ കണ്ട കാർ ഡ്രൈവർ അരുണിമയെ ഉമ്മ വെക്കട്ടെ എന്ന് ചോദിച്ചെന്നാണ് പറയുന്നത്. ആ ദൃശ്യമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു അപരിചിതന് ഉമ്മ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അരുണിമ ആളുടെ കൂടെ യാത്ര തുടർന്നു എന്നുള്ളതാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന മോശം അനുഭവങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ലിംഗം പുറത്തിട്ട് കാണിച്ച മഹാന്റെ കൂടെ പോലും ഒരുപാട് ദൂരം അരുണിമ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. സാധാരണ എങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവിടുന്ന് എങ്ങനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനല്ല ശ്രമിക്കാറ്. അല്ലാതെ വീണ്ടും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അടുത്ത വീഡിയോ കണ്ടോക്കാം. സൺസെറ്റ് നോക്കി ഭയങ്കര അടിപൊളി സൺസെറ്റ് എല്ലാം കണ്ടിട്ടാണോ ഞാൻ പോകുന്നത്. ഞാൻ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. പഴയ ഒരു ടൈപ്പ് വണ്ടിയാണ്. ഫോട്ടോ എടുക്കുന്നവർ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ അവന്റെ ഭാഷയിലാണ് എന്തൊക്കെയോ പറയുന്നത്. അടിപൊളിയാണ്. പക്ഷെ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നേരെ കാണുന്നില്ല. ആ വണ്ടിയിൽ നിന്ന് ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ എന്നെ ഉമ്മ ആക്കാൻ വന്നു കേട്ടോ. ഞാന് വീഡിയോ ഓൾറെഡി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അതിന്റെ ഇടയിലാണ് അയാൾ ഉമ്മ ഒക്കെ വന്ന്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടാം. അപ്പോ എന്താ പറയാ, കൺസെന്റ് ഇല്ലാതെ ഉമ്മ വെക്കാൻ വരുന്നവരുണ്ട്. എന്നിട്ട് ഞാൻ തട്ടി മാറ്റുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. ഞാൻ എന്ത് പറയാനാ. അതെ എന്ത് പറയാനല്ലേ. അന്യരാജ്യവും അറിയാത്ത ആളുകളും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതിരുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു പുകില്. എന്നാലും ഇത്രയും ഉമ്മക്കൊതിയന്മാരായിട്ടുള്ള ആളുകളാണ് തുർക്കിയിലുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അരുണിമ ഒരു 8 വണ്ടി കയറി കഴിഞ്ഞാണെങ്കിൽ അതിലെ 3 വണ്ടിയിലെ ആൾക്കാരിൽ നിന്നും ഇതുപോലെ മോശം അനുഭവം ഉണ്ടാവുന്നു. ഒരു വിദേശ വനിതയെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ അവിടുത്തെ നാട്ടിലെ ആൾക്കാർ പെരുമാറുമോ? അതും വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ എന്തോ വല്ലാതൊരു ജാതി മനുഷ്യന്മാരിഷ്ടം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മദാമ നമ്മുടെ നാട്ടിൽ വന്ന് സഞ്ചരിക്കുകയാണെന്ന് വെക്കി, അവരെ വായി നോക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതുപോലെ
ഇതുപോലെ കയറി പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ ആരെങ്കിലും ശ്രമിക്കും? അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാവും? കേസ് ആവുമെന്തെങ്കിലും ഒരു പേടി ഉണ്ടാവും അല്ലെ? പക്ഷെ തുർക്കിക്കാർക്ക് അങ്ങനെ ഒന്നുള്ള പേടിയൊന്നും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് അരുണും ഇതൊക്കെ കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ ഇങ്ങനെ പറയുന്നത്. നിനക്ക് മാത്രം അവിടെ നിന്ന് ഇത്ര മോശം അനുഭവം, വേറെ ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോ ഉണ്ടോക്കാം. എന്റെ അമ്മ ഒന്നും പറയണ. ഞാനിപ്പോ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചാണ്. ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യൻ ഗേളിനെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കവളത്ത് ഒരു കിസ് തരട്ടെ എന്നുള്ളത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്ത് കഷ്ടം. ഇവിടെ എന്താ ആൾക്കാർക്ക് കിസ് കിട്ടാണ്ട് എന്തായി പോകുന്ന ആൾക്കാരാണോ? വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതാണല്ലേ പറയുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. സീരിയസ്ലി ഇവിടെ എല്ലാവരും ഒരേപോലെ അത് തന്നെ പറയുന്നത് എന്താ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ റോഡ് അപ്പുറം നിൽക്കണോ ഇപ്പുറം നിൽക്കണോ? അപ്പുറത്തെ സൈഡിൽ പോവാ. എനിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അവിടെ നിർത്താൻ സ്ഥലമില്ലല്ലോ. ലൈറ്റ് ഉണ്ട് പക്ഷെ സ്ഥലമില്ല. നോക്കട്ടെ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോ നേരത്തെ ഈ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് കവളിൽ ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചത്. അയാളെ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അപ്പുറം കൊണ്ടാക്കാന്ന്. അതിവിടെ റോഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ 58 മിനിറ്റും 78 കിലോമീറ്ററും. അടിപൊളി. നേരത്തെ ഉമ്മ വെക്കട്ടെ എന്ന് ചോദിച്ച അതേ ആളുടെ വണ്ടി തന്നെ വീണ്ടും കരയിക്കുന്നു. കൊള്ളാലോ മോളെ, ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. അയാൾ ഇവിടെ വയലിറക്കി പോയതാണ്. അരുണിമക്കും അയാൾക്കും വെവ്വേറെ ഡയറക്ഷനിലാണ് പോകാനുള്ളത്. സോ അയാൾ അവളെ ഇറക്കി ബായ് പറഞ്ഞു പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറയുന്നു. അരുണിമ ചാടിക്കായിരുന്നു. നേരത്തെ ഉമ്മ ചോദിച്ച ആളാണെന്ന് ഓർക്കണം. അയാളെ തിരിച്ചിങ്ങോട്ട് വന്ന് ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ ഉണ്ടാകുമെന്ന് അരുണിമ ഓർക്കണ്ടേ? അയാൾ ഇനി അഥവാ ബിരിയാണി കിട്ടിയാലെന്ന് ഓർത്തിട്ട് തന്നെയാണ് അരുണിമയ്ക്ക് ലിഫ്റ്റ് കൊടുത്തെന്നുള്ളത് ഉറപ്പാണ്. കാരണം 78 കിലോമീറ്റർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അരുണിമയെ വണ്ടിയിൽ കയറ്റിയ ആള് 40 കിലോമീറ്റർ ആയപ്പോഴേക്കും അരുണിമയെ വണ്ടിയിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോ നൈസായിട്ട് ഇറക്കി വിട്ടതാവും. എന്നാലും ഉമ്മ ചോദിച്ച ആളുടെ വണ്ടിയിൽ തന്നെ വീണ്ടും കയറാൻ കാണിച്ച അരുണിമയുടെ ആ മനസ്സുകളാരും കാണാണ്ട് പോയിരുന്നു. ഇതൊക്കെ അവിടെ കണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് ആളുകൾ പറയുന്നത് വെറുതെ അല്ല എന്ന് ഇത് കാണുമ്പോൾ തോന്നിപ്പോവാണ്. എന്തായാലും അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഏറ്റവും ആൾക്കാരായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതും കൂടി കണ്ടോക്കാം. എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും. മറ്റത് ഞാന് എന്താ പറയാ വേറെ ഇങ്ങനെ ട്രക്കിലെല്ലാം പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ. പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം എടുക്കൂല. ഓ ഞാൻ ഭയങ്കര ലക്കി. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലായിരുന്നു. ഇന്നലെ പോകുന്നതല്ല, ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം. ഇന്നലെ രാവിലെ 9 മണിക്ക്. ഓക്കെ. എനിക്ക് സിഗരറ്റ് തരുന്നേ അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? No photo. What are you doing? What? Yes. Ağzınız. Why? ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ഓരോ വൃത്തിയോട് കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാനുള്ളത്. ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ. പക്ഷെ അയാള് ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ്. എന്താ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ആള് വീഡിയോ എടുക്കരുത് അങ്ങനെ എല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത്? ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര ഇതാണ്, ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. ശരി. അപ്പൊ ഇത്രയും സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോയിട്ട് പിന്നെയും ഹിച്ച് ചെയ്യാൻ നിൽക്കുന്നത് എന്തിനാണ്? കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും യാത്രാമാർഗം തിരഞ്ഞെടുത്തൂടെ എന്നാണ് എനിക്ക് അരുണിമയോട് ചോദിക്കാനുള്ളത്. സ്ഥിരം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മളിതൊക്കെ ശ്രദ്ധിക്കണ്ടേ? പിന്നെയും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചൂടെ? പക്ഷെ അപ്പൊ പിന്നെ ഇതുപോലെ ഹിച്ച് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളും കണ്ടന്റുകളൊന്നും കിട്ടൂലല്ലോ അല്ലെ? എന്നാലും ലിംഗം പുറത്തിട്ട് ബ്ലോ ജോബ് ചെയ്തു തരുമെന്ന് ചോദിച്ച ആളുടെ കൂടെ വീണ്ടും എങ്ങനെയാണ് തുടർന്ന് യാത്ര ചെയ്യാൻ തോന്നിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അരുണിമയുടെ ഈ വീഡിയോ മുഴുവനും കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരുണിമ ഒരുപാട് വണ്ടികളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. കാറുകളിലും വലിയ ട്രക്കുകളിലും ഒക്കെയാണ് പ്രധാന യാത്ര. കാറും ട്രക്കും വെച്ച് നോക്കുമ്പോൾ സാധാരണ ട്രക്കുകൾ യാത്ര ചെയ്യാനായിരിക്കും നമുക്ക് പേടി ഉണ്ടാവുക. പൊതുവെ ട്രക്ക് ഡ്രൈവർമാരോട് എല്ലാവർക്കും ചെറിയൊരു പേടിയാണല്ലോ. പക്ഷെ ഇവിടെ ട്രക്ക് ഡ്രൈവർമാരിൽ ഒരാൾ പോലും അരുണിമയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. കാറിലുള്ളവരാണ് സകല ഉടായ്പും ചെയ്തത്. ട്രക്ക് ഡ്രൈവർമാർ മോശമായി പെരുമാറി.
അറിയില്ല. എന്ന് മാത്രമല്ല പലരും നല്ല വൈബായിരുന്നു. അരുണിമയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, കൂടെ ഡാൻസ് ചെയ്യുന്നു. ഒരു രാജ്യമാകുമ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. അരുണിമ ഈ വീഡിയോയിൽ അവസാനം പറഞ്ഞ പോലെ അവിടെയുള്ള എല്ലാവരും സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. പ്രത്യേകിച്ച് അരുണിമ അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം ഒരുപാട് പേർ വളരെ മര്യാദയോടെയാണ് അരുണിമയോട് പെരുമാറിയത്. ഒരു കാറുകാരൻ അരുണിമയ്ക്ക് ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവുമെന്ന് അർത്ഥം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായതിനു ശേഷം അവരുടെ കൂടെ വീണ്ടും തുടർന്ന് യാത്ര ചെയ്യുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുക. കാരണം പിന്നീട് അതിന് വരുന്നത് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.